ADGP MR അജിത് കുമാറിനെ നീക്കാൻ സർക്കാരിൽ സമ്മർദ്ദമേറുന്നു. RSS നേതാവിനെ കണ്ടത് ഗൗരവതരമെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ. റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യവസായ പ്രമുഖരുമുണ്ടെന്ന് സൂചന. പേരുകൾ പുറത്തറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ്. വ്യക്തികൾ ഇപ്പോൾ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകതയെന്ന് എനിക്ക് തോന്നുന്നില്ല. MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിനെ ന്യായീകരിച്ച് സ്പീക്കർ AN ഷംസീർ. RSS രാജ്യത്തെ പ്രധാന സംഘടന. ആ സംഘടനയുടെ നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ലെന്നും സ്പീക്കർ. കണ്ണൂരിലെ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് EP ജയരാജൻ. ആരോഗ്യ പ്രശ്നം കാരണമെന്ന് MV ജയരാജൻ. ആയുർവേദ ചികിത്സയിലാണെന്ന് പാർട്ടിയെ അറിയിച്ചു. മാധ്യമങ്ങൾ വിചാരിച്ചാൽ CPM-ൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയില്ലെന്ന് BB അംഗം A. വിജയരാഘവൻ. യുവാവിന്റെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. 30 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദമെന്ന് പരാതിക്കാരൻ. ബലാത്സംഗ കേസിൽ MLA M. മുകേഷിനൊപ്പം സർക്കാർ. മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ അപ്പീൽ നൽകേണ്ടെന്ന് നിർദ്ദേശം. മണിപ്പൂരിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ വൻ സംഘർഷം. രാജ്ഭവന് നേരെ കല്ലേറ്. CRPF വാഹനം ആക്രമിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെ ദേശീയ പതാക അഴിച്ചുമാറ്റി പ്രതിഷേധക്കാർ. ഹരിയാനയിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യമില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി AAP. പ്രഖ്യാപിച്ചത് 20 പേരുടെ പട്ടിക.